ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞങ്ങൾ മുളന്തയിൽ ഒരു പരിപാടിക്ക് പോവുകയാണ്. റാസ ബീഗത്തിൻ്റെ ഒരു പരിപാടി ഉണ്ട്, ഗസൽ. അപ്പോൾ അതിനായിട്ട് പോവുകയാണ് എല്ലാവരും കൂടി. പാട്ട് പാടിയും പ്രണയം പറഞ്ഞും റാസയും ബീഗവും അവരാണ് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ്. അവരുടെ ജീവിതത്തിൻ്റെ ഗതി മാറ്റിയ ഓമലാളെ പാട്ടും ഒരുപാട് നല്ല നല്ല പാട്ടുകളുമായിട്ടാണ് ഇന്ന് അവർ വന്നിട്ടുണ്ടായിരുന്നത്. ചിത്രകാരനായ റാസയെ ഇംതിയാസ് ബീഗം പ്രണയിച്ച കഥയും ഒക്കെ എല്ലാവർക്കും നല്ലതുപോലെ അറിയാവുന്നതായിരിക്കും. എങ്കിലും ഇവരുടെ പ്രണയവും ഇവരുടെ ഈ ഒരു ഗസലും ഒക്കെ കണ്ടിരിക്കാനും ഒരുപാട് സന്തോഷമായിരുന്നു ഇന്നത്തെ പ്രോഗ്രാം. ഈ ഒരു നല്ലൊരു കപ്പിൾസാണ് ഇവരെ കണ്ടിട്ട് ഒരുപാട് സന്തോഷം തോന്നി. ഇവിടെ നമ്മുടെ വീട്ടിൽ മോളും ഇക്കായും ഒക്കെ ഇവരുടെ പാട്ട് എപ്പോഴും കേൾക്കാറുണ്ടായിരുന്നു, പാടാറുണ്ടായിരുന്നു. മോള് ചെറുതായിരിക്കുമ്പോഴേ പാട്ട് പാടാറുണ്ടായിരുന്നു. പിന്നെ റാസ ബീഗത്തിൻ്റെ മകൾ പാടുന്നത് പാട്ട് കേട്ടിട്ടാണ് മോള് പാടാൻ തുടങ്ങിയത്. അങ്ങനെ ഞാനും ഇവരെ ഒരുപാട് ഇവരുടെ ഗസലൊക്കെ കേട്ടിട്ട് എനിക്കും ഇവരെ ഒരുപാട് ഇഷ്ടമായിരുന്നു. എന്തായാലും ഇവരെ നേരിട്ട് കാണാനും ഇവരായിട്ട് സെൽഫി എടുക്കാനും പിന്നെ അവരുടെ ഗസൽ കേൾക്കാനും ഒക്കെ പറ്റിയതിൽ ഒരുപാട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കുട്ടികൾക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. റാസ ബീഗത്തിൻ്റെ പാട്ടുകൾ എൻ്റെ മക്കൾ എല്ലാവരും പാടിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പ് ഞാനിതിലിട്ടിട്ടുണ്ട്. അവർ വേറൊരു സ്റ്റേജ് പ്രോഗ്രാമിന് പാടിയതായിരുന്നു. ഞങ്ങൾക്കും ആ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റി. അപ്പോൾ അതിനായിട്ടിതാ ഞങ്ങൾ റെഡി ആയിട്ട് പോവാണ്. പിന്നെ ശ്രേയക്കുട്ടീനായിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കും. പിന്നെ ശ്രേയക്കുട്ടിയുടെ അടിപൊളി പാട്ടുകളുണ്ടായിരുന്നു. പിന്നെ ഫാഷൻ ഷോ ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് കുട്ടികളുടെ ഡാൻസുകളുണ്ടായിരുന്നു. അങ്ങനെ അടിപൊളി പരിപാടികൾ തന്നെയായിരുന്നു എല്ലാം. അപ്പോൾ എല്ലാവരും കാണാൻ എൻജോയ് ചെയ്യുക. അപ്പോൾ ഇതാ നമ്മൾ മുളന്ത പാർട്ടി ഹാളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ആളുകളും ഗസ്റ്റുകളും എല്ലാവരും എത്തിയിട്ടുണ്ട്. നല്ല തിരക്കായിരുന്നു. നമ്മുടെ ഹാള് ഫുള്ളായിട്ട് ആളുകളായിരുന്നു. പ്രോഗ്രാമുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മ്യൂസിക് പ്രോഗ്രാമുകളൊക്കെ പിയാനോയും ഗിറ്റാറും വയലിനും അങ്ങനെയുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ പ്രോഗ്രാം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. എൻ്റെ ഫ്രണ്ട് സുമീന ഷികയാണ് എനിക്ക് ഈ വീഡിയോ സെൻഡ് ചെയ്ത് തന്നത്. അവരുടെ മകളും പിന്നെ കുറേ എൻ്റെ ഫ്രണ്ട്സുള്ള കുട്ടികളൊക്കെ ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇട്ടിട്ടുള്ളത്. ബാക്കിയുള്ള പ്രോഗ്രാം എല്ലാം കാണാൻ. ബിഗ് ബീറ്റ്സ് എന്നാണ് ഇവരുടെ മ്യൂസിക് സ്കൂളുള്ളത്. മുളന്തയിലും ഉണ്ട്, പിന്നെ ബർക്കയിലും ഉണ്ട്. അപ്പോൾ ഇതിൽ താല്പര്യമുള്ള കുട്ടികളൊക്കെ ഇതിൽ ചേരുക. നല്ല ക്ലാസ്സാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഓൺലൈൻ ചേർക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ എല്ലാ കുട്ടികളും ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. And like everything that gives pleasure, it's worth doing well. And for all of you trendsetters out there, we got styles so cutting edge, they're practically in the future. So buckle up, buttercup, because tonight and winner for the best mind in Miss Glam International Icon Rishikesh Yoga Center, Shotokan Karate International. She also
ആൾക്കാരൊക്കെ വരും. അകത്ത് പെർഫോം ചെയ്തിരിക്കുന്ന മുഴുവൻ കുട്ടികളും നമ്മുടെ ബിഗ് ബീച്ചിലുള്ള അതൊന്ന് ക്യാപ്ചർ ചെയ്യാണ്. അപ്പൊ ആ ഒരു അവസരത്തിലാണ് നഷ്ടപ്പെടുത്തുന്നത്. ബി കെയർ ആൻഡ് എല്ലാവരും എക്സൈറ്റഡ് ആയിരിക്കാം. നല്ലൊരു കേൾവി കൊടുക്കാം. താങ്ക് യു. Audience, I hope you all are enjoying the program. Audience, yes or no? Audience, come on. Experience. Mr. Khalid owns more than 100 companies in Oman as well as Saudi. On behalf of the The one and only Mr. Abbas, SafeLine Managing Director. I would like to call upon the stage Mr. Abbas, please. വിഷുവൊക്കെ കഴിഞ്ഞു ഒരു നല്ലൊരു സദ്യയാണ് സമ്മാനിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ ആശംസകൾ നേരെയാണ്. എൻ്റെ നമ്മളെടുക്കാൻ പറ്റിയ നല്ല the stage and dazzle us with their freestyle dance moves, igniting the stage with their passion and energy. But what you got? നമ്മുടെ ഇന്നിവിടെ ഒരുമിച്ച് കൂടാൻ ഏറെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു കാരണമുണ്ട്. ഗസലിന്റെ രാജകുമാരൻ അദ്ദേഹം നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. എങ്ങനെ സ്വീകരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല. വളരെ മലയാളികളാണ്. നമ്മൾ എങ്ങനെ സ്വീകരിക്കുമെന്നുള്ളത് നമ്മൾ പല പ്രാവശ്യം തെളിയിച്ചതാണ്. സോ ഐ ആം ഗോയിങ് ടു ഇൻവൈറ്റ് they are welcoming. Please welcome Raza Begum. നമ്മൾ ശ്രീകുട്ടിയും കൂടെ എത്തുന്നു. എല്ലാവരും നല്ല ഈ കയ്യിലേക്ക് ഒമ്പത് പാടുന്നുണ്ട്. ശ്രേഷ്ഠയുടെ പാട്ടുകൾ ശ്രേഷ്ഠയുടെ പാട്ടുകൾ താല്പര്യമുള്ളവർ നല്ലൊരു കൈ കൊടുക്കണം. ഗസൽ കേൾക്കാൻ താല്പര്യമുള്ളവർ അതിന്റെ പവർഫുൾ ആയിട്ട് വേറെ കൈ കൊടുക്കണം. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇതാ നമ്മൾ കാത്തിരുന്ന ആളുകൾ അവർ എത്തിയിട്ടുണ്ട്. റസാ ബീഗവും ഷേക്കുട്ടിയും ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതാ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ആയിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്ക് നല്ലതുപോലെ തന്നെ അവരെ കാണാനും വീഡിയോസ് എടുക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി പ്രോഗ്രാമുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. Wow, that was amazing. Okay, audience. പിന്നെ എടുത്തു പറയാനായിട്ട് എൻ്റെ രണ്ട് ഫ്രണ്ട്സുള്ള കുട്ടികൾ ഫാഷൻ ഷോയ്ക്കായിട്ട് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടല്ല, ഒരുപാട് കുട്ടികളുണ്ട്, എനിക്കറിയുന്നവരും അറിയാത്തവരൊക്കെ ആയിട്ട്. പിന്നെ എൻ്റെ രണ്ട് ഫ്രണ്ട്സുള്ള കുട്ടികൾക്ക് പ്രൈസ് അടിച്ചിട്ടുണ്ടായിരുന്നു, ഫസ്റ്റും സെക്കൻഡും ഒക്കെ ആയിട്ട്. പിന്നെ ഒരുപാട് കുട്ടികൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവർ ധർമ്മത്തിൽ തന്നെ നമ്മളെന്തെങ്കിലും ധർമ്മത്തിലൊക്കെ താമസിക്കുന്നവരാണ് എൻ്റെ ഫ്രണ്ടുകൾ. അപ്പോൾ അവരുടെ കുട്ടികൾക്ക് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി അവർക്ക്. അപ്പോൾ അവരിതാ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്, എല്ലാവരും ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരിനായിട്ട് നമ്മൾ പിന്നെ ഫോട്ടോസും പിന്നെ ഒക്കെ എടുത്തായിരുന്നു. Chase number 2, Ibrahim
ഇങ്ങോട്ടേക്ക് വിളിക്കാം. സോ പ്ലീസ് വെൽക്കം ശ്രേയ ജയദീപ് ഓൺ ദ സ്റ്റേജ്. ഓക്കെ, അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ വരുന്നത്. കോവിഡിനൊക്കെ മുന്നെയാണ് ഞാൻ വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ ശരിക്കും ഞെട്ടിപ്പോൾ അതുകൊണ്ട് എയർപോർട്ട് വന്നത്. മറ്റൊരു പഴയ കുഞ്ഞ് എയർപോർട്ട്, ഇപ്പോൾ വലിയ ഇൻ്റർനാഷണൽ എയർപോർട്ടിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഭയങ്കര എക്സൈറ്റഡ്. അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാൻ ഇവിടെ നിന്ന് നിൽക്കുന്നത്. എന്നെ ഇവിടെ ഇൻവൈറ്റ് ചെയ്ത B1 Big Beats എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പം ഞാൻ അടുത്ത പാട്ടിലേക്ക് പാടട്ടെ. Any guesses? Clue തരണോ? ോളം പേര് വഹിക്കുന്നു. അപ്പം അതൊക്കെ ശരിക്കും ഭയങ്കര നമുക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമം ഉണ്ടാക്കിയ കുറേ കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് അവർക്കൊന്നും വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റും. നമുക്ക് അവർക്ക് വേണ്ടി ജസ്റ്റ് പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ. അപ്പം നമ്മൾ അവർക്കും ഓരോ കുടുംബത്തിനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. പിന്നെ സേഫ് ആയിട്ടുള്ള എല്ലാവരും സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി. അപ്പം ഞാൻ ഇനി അടുത്തൊരു പാട്ടോട് പാടട്ടെ. ഇവിടെ ഉണ്ട്, അവർ കുഞ്ഞുമോളും സൈനയും ഇവിടെ ഉണ്ട്. അപ്പം അവരുടെ ഡ്രസ്സ് ലൈറ്റാണ്. ഞാനും എക്സൈറ്റഡ് ആണ്. നിങ്ങൾ എക്സൈറ്റഡ് ആണോ? യെസ്. അപ്പോൾ നമുക്കത് കേൾക്കാം. താങ്ക് യു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും റിക്വസ്റ്റ് ഉണ്ടോ? പാടാൻ ആയിക്കോട്ടെ. നിങ്ങളുടെ ആദ്യം നോവലാണ്. നമ്മളൊരു ഗായിക ഇവിടെ ഉണ്ട്. ഒരുപാട് പ്രിയപ്പെട്ട അല്ലേ, ഏറ്റവും പ്രിയപ്പെട്ട മലയാള ഗസൽ ചക്രവർത്തി എന്നറിയപ്പെട്ട നമ്മുടെ വായിക്കാനെല്ലാവർക്കും സെമീൻ മുമ്പായി നമ്മുടെ ഈ ടീമിൽ ഏറ്റവും വലിയ കളിക്കാൻ ശ്രമിക്കുന്നത്. സെമീൻ ഗിറ്റാർ മാത്രമല്ല വായിക്കുന്നത്, നല്ല അടിപൊളി സിംഗറാണ്. പക്ഷെ അതുകൊണ്ടില്ല, ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെ, അതായത് ചെറുപ്പം മുതലേ വായിക്കയുടെ കൂടെ പിന്നെ ഷഹബാസ് ഖാൻ, സിത്താർ ചേച്ചി, മഞ്ജരി ചേച്ചി, അങ്ങനെ തുടങ്ങിയവരോടൊപ്പമൊക്കെ തബല വായിച്ച് എക്സ്പീരിയൻസ് ഉള്ള നല്ലൊരു സിംഗർ കൂടിയായ സെമീൻ സിക്കറി. എല്ലാം കോർഡിനേറ്റ് ചെയ്ത് നമ്മുടെ സൗണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ
നമ്മുടെ കൂടെ എല്ലാ പ്രോഗ്രാമിലും ഉണ്ടാകാറുള്ള നമ്മുടെ സ്വന്തം സൗന്ദര്യം സെൽജസ്. നമ്മുടെ സ്വന്തം പാട്ടിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ചെറുപ്പകാലത്ത് ഒരുപാട് കേട്ട് നമ്മളെ സ്വാധീനിച്ച പാട്ട്, നമ്മുടെ നാട്ടിൻ്റെ സംഗീതം, ഇതൊക്കെ നമ്മൾ പലപ്പോഴും നമ്മളുടെ ലൈവിൽ പാടാറുണ്ട്. അത്തരത്തിൽ ഞാൻ കണ്ടുവച്ചാണ് ഞങ്ങളെ പലപ്പോഴും ഞങ്ങളറിയാതെ തന്നെ നമ്മുടെ ചെറുപ്പകാലത്തിലൊക്കെ ഒരുപാട് സ്വാധീനിച്ച മ്യൂസിക് ഡയറക്ടേഴ്സാണ്. പിന്നെ രാഘവ മാസ്റ്ററുടെ പാട്ടുകൾ, അതുപോലെ തന്നെ ഏറ്റവും ഒക്കെ നമ്മളെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇൻഷാ അള്ളാ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇത് ഒരുപാട് ലെങ്ത് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് മുഴുവനായിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിട്ടില്ല. അടുത്ത പാർട്ടുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഇൻഷാ അള്ളാ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഞങ്ങളിതാ അവിടെ ചെന്നതിന് ശേഷമുള്ള ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. മോളും റാസാബീഗവും അവരായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ റാസാബീഗത്തിനായിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു, ശ്രേയക്കുട്ടിനായിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് സന്തോഷം കിട്ടിയൊരു ദിവസം തന്നെ ആയിരുന്നു അന്നത്തെ ഒരു പ്രോഗ്രാം. നമ്മുടെ ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഗസലും പിന്നെ ഒരുപാട് ഫ്രണ്ട്സുകളെ കാണാനും പറ്റുന്നതും ഒക്കെ ഒരുപാട് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഇവിടെ ഒമാനിൽ ഒക്കെ ഗൾഫ് രാജ്യങ്ങളിൽ ഏറെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവാറുണ്ടാവും സ്റ്റേജ് പ്രോഗ്രാമുകളായിട്ട്. അപ്പോൾ നമ്മൾ പറ്റാവുന്ന സ്ഥലങ്ങളിലൊക്കെ പോകാറുണ്ട്. ഇങ്ങനെ വരുന്ന ഗസ്റ്റുകളെയും എല്ലാവരെയായിട്ടും കാണാനും പോകാനും ഒക്കെ പ്രോഗ്രാം കാണാനൊക്കെ ആയിട്ട് പോകാറുണ്ട്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.